ഏവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി കോൺഫിഡൻസ് കിട്ടിത്തുടങ്ങുമ്പോൾ മിക്ക ആൾക്കാരും നേരിടുന്ന പ്രശ്നമാണ് ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ പറ്റി കുറച്ചു നേരം എങ്കിലും സംസാരിക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഈ ഒരു സ്ട്രഗിൾ നല്ല പ്രാക്ടീസിലൂടെ മാത്രമേ ഓവർകം ചെയ്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇംഗ്ലീഷിനെ രണ്ട് ഭാഗങ്ങളായി കാണുവാൻ സാധിക്കും. ഒന്ന് ഇൻപുട്ട് എന്നും മറ്റൊന്ന് ഔട്ട്പുട്ട് എന്നും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ നോളജ് അല്ലെങ്കിൽ ഐഡിയ നേടിയെടുക്കുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ അക്കാഡമിയുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായി ഇതിനെ നോളജ് അക്വസിഷൻ എന്നാണ് പറയുന്നത്. ഇൻപുട്ടിനെ നമുക്ക് നോളജ് അക്വസിഷൻ എന്ന് വിളിക്കാം. ഒരാളെ സംബന്ധിച്ച് നോളജ് അക്വസിഷൻ സാധ്യമാകുന്നത് ലിസണിങ് ആൻഡ് റീഡിങ്ങിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിനായി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ബുക്സ്, ആർട്ടിക്കിൾ, കോളം, ബയോഗ്രഫി, സയൻസ്, ടെക്നോളജി എന്നിങ്ങനെ വിവിധ തരത്തിൽ നിങ്ങൾക്ക് റീഡിങ്ങിലൂടെ നോളജ് അക്വസിഷൻ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുക്കാം. ലിസണിങ് പ്രാക്ടീസ് ചെയ്യാൻ ടെഡ് ടോക്ക്, ഇംഗ്ലീഷ് ന്യൂസ്, പോഡ്കാസ്റ്റ്, പബ്ലിക് സ്പീക്കിംഗ്, സയൻസ്, ടെക്നോളജി, ഹിസ്റ്ററി, ഡോക്യുമെൻ്ററി എന്നിങ്ങനെ തുടങ്ങി ലിസണിങ്ങിലൂടെ നോളജ് അക്വസിഷൻ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുക്കാം. ലിസണിങ് ആൻഡ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സീരിയസ് ആയി തന്നെ കണക്കാക്കി പ്രാക്ടീസ് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. ലിസണിങ് ആൻഡ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവയുടെ ഹെഡിങ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത വൊക്കാബുലറികൾ ഇവ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ എഴുതി വയ്ക്കുക. ഇവയെ റിലേറ്റ് ചെയ്ത് സിമ്പിൾ സെൻറ്റൻസുകൾ അല്ലെങ്കിൽ പാരഗ്രാഫ് അല്ലെങ്കിൽ എസ്സേ എഴുതി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഇൻപുട്ടിൽ നിന്നും, അതായത് ലിസണിങ് ആൻഡ് റീഡിങ്ങിൽ നിന്നും കിട്ടിയ നോളജ് ആ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സ്പഷ്ടമായി മറ്റൊരാളുടെ റൈറ്റിങ്ങിലൂടെയും സ്പീക്കിങ്ങിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്താണോ ലിസണിങ് ആൻഡ് റീഡിങ്ങിൽ കൂടെ കേട്ടത് അതാണ് റൈറ്റിംഗായും സ്പീക്കിംഗായും നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇൻപുട്ട്, അതായത് ലിസണിങ് ആൻഡ് റീഡിങ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് തുടക്കത്തിൽ സിമ്പിൾ സെൻറ്റൻസുകളായും പിന്നീട് പാരഗ്രാഫ്, എസ്സേ ആയും റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇൻപുട്ടിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് സിമ്പിൾ സെൻറ്റൻസുകളായും ലെങ്തി സെൻറ്റൻസായും സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കഴിവതും ഉച്ചത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുവാൻ ഒരുപാട് കോൺഫിഡൻസ് കിട്ടുകയും മിസ്റ്റേക്കുകൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാനും കഴിയും. അങ്ങനെ മറ്റൊരാളോട് ഒരുപാട് നേരം ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആശയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലിസണിങ് ആൻഡ് റീഡിംഗ് ധാരാളം പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐഡിയ നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.